അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും ദറജ ഉയർത്താനുള്ള യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തും. അപ്പോ മുഅ്മിനായാൽ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു അവർക്ക് പ്രത്യേകത നൽകി. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വിജ്ഞാനം നൽകപ്പെട്ട ആളുകളുടെ ദറജയും അല്ലാഹു ഉയർത്തും. അപ്പോ മുഅ്മിനീങ്ങളിൽ തന്നെ വിജ്ഞാനമുള്ള ആളുകളുടെ പദവി അല്ലാഹു ഉയർത്തുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മുത്തുനബി തങ്ങളോട് പടച്ച റബ്ബ് പറയുന്നത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമിനെ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്യണം നബിയെ എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകൾ ഈ ആയത്തിന് വിശദീകരണം പറയുന്നുണ്ട്. വർദ്ധനവിന് വേണ്ടി ഇതല്ലാതെ ഒരു കാര്യവും പടച്ച റബ്ബ് മുത്തുനബിയോട് പറഞ്ഞിട്ടില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള മുത്തഅല്ലിമീങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പടച്ച റബ്ബ് നമുക്ക് ജന്മനാൽ ഒരുപാട് കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാതെ പോകുന്നു. അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിൽ ലോകത്ത് വലിയ സാധ്യതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് കോയക്കുട്ടി ഉസ്താദിനെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയും അതുപോലുള്ള ഭൗതിക നേതാക്കളും മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് വളരെ ബഹുമാനത്തോടുകൂടി കോയക്കുട്ടി ഉസ്താദിനെ സന്ദർശിക്കുന്നൊരവസ്ഥ? അത് കോയക്കുട്ടി ഉസ്താദിന്റെ മഹത്വമല്ല അവർ മനസ്സിലാക്കി. കോയക്കുട്ടി ഉസ്താദിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവർക്ക് മഹത്വം ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുകയാണ്. കോയക്കുട്ടി ഉസ്താദിന്റെ മഹത്വം കൂടാനല്ല, കോയക്കുട്ടി ഉസ്താദിനെ അല്ലാഹു ഇന്നൊരു സ്ഥാനത്തേക്ക് എത്തിച്ചു. ഭൗതിക നേതാക്കളൊക്കെ അവരുടെ വീടുകളിൽ വന്നു എന്ന് പറയുമ്പോൾ അവർക്കതൊരു പേരാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് അവർ കടന്നുപോയത്? ഈ ഒരു സ്ഥാനം അല്ലാഹു എങ്ങനെ നമുക്ക് നൽകും? എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് നൽകിയത്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ വർദ്ധനവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദുആകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവിടുന്ന് പഠിപ്പിക്കുകയും നമുക്കത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വർദ്ധനവിന് വേണ്ടി, ഇസ്തിയാദിന് വേണ്ടി മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നുണ്ട്, ലം യഉമർ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതലബിൽ ഇസ്തിയാദി മിൻ ഷൈഇൻ ഇല്ലാ മിൻ ഇൽം. വർദ്ധനവിന് വേണ്ടി, ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ലാതെ നബി തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോ ഇൽമിന്റെ വർദ്ധനവിന് വേണ്ടി ദുആ ചെയ്യാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൽമിന്റെ ആ ഒരു മഹത്വവും അതിന്റെ സ്ഥാനവും ഒക്കെ. അല്ലാഹുവിന്റെ പ്രവാചകരുടെ അനന്തരവും വിജ്ഞാനത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള കവാടവുമാണതൊക്കെ. നമുക്കൊക്കെ അറിയാം, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് ഇൽമി എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിനെ തേടുന്ന വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത് എങ്ങനെയാണ്? നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു. ആ ജീവിതത്തിൽ പകർത്തുമ്പോ അതവന് സ്വർഗ്ഗത്തിൽ കിട്ടാനുള്ള ഒരു കാരണമാവുകയാണ്. ഇങ്ങനെ ഇൽമിന്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് വിജ്ഞാനമെന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോ, ഒരുപാട് കഠിനാധ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഒരുപാട് ഉപകാരങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിലൊന്നുമില്ലാത്ത ഏറ്റവും വലിയ ഉപകാരമാണ് ഇൽമ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ളത്, പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അങ്ങാടിയിൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, മുത്തുനബിയുടെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്നുണ്ട്, നിങ്ങളത് വാങ്ങാൻ പോകുന്നില്ലേ എന്ന്. കച്ചവടക്കാരെ, നബിയുടെ അനന്തര സ്വത്ത് അതാ ഓഹരി ചെയ്യുന്നു, നിങ്ങളത് വാങ്ങാൻ പോകുന്നില്ലേ എന്ന്. ഈ അനന്തര സ്വത്ത് എന്ന് കേൾക്കുമ്പോൾ അതൊരുപാട് ലാഭമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ എല്ലാവരും കൂടിയിട്ട് എവിടെയാണ് അബൂ ഹുറൈറ എന്ന് ചോദിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഫിൽ മസ്ജിദ്, പള്ളിയിലാണ് എന്ന്. ഇത് കേട്ടപ്പോൾ ആളുകളെല്ലാം പള്ളിയിലേക്ക് ഓടുകയാണ്.
പള്ളിയിലേക്ക് ഓടിയിട്ട് അവിടെയൊന്നും സ്വത്തൊന്നും ഓഹരി ചെയ്യുന്നു കാണുന്നില്ല. എല്ലാവരും തിരിച്ചു വന്നു, അബൂ ഹുറൈറ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? എവിടെയാണ് നബിയുടെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്നത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ പള്ളിയിൽ കണ്ടത്? അവിടെ കുറെ ആളുകൾ നിസ്കരിക്കുന്നു, കുറെ ആളുകൾ പഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, അതിന്റെ അർത്ഥം പഠിക്കുന്നു, ശറഈന്റെ ഹുക്മുകളൊക്കെ പഠിക്കുന്നു. ആ സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ നശിച്ചവരെ, അത് തന്നെയല്ലേ മുത്തുനബിയുടെ അനന്തര സ്വത്ത് എന്ന്. അപ്പൊ മുത്തുനബിയുടെ അനന്തര സ്വത്താണ് വിജ്ഞാനം. ആ അനന്തര സ്വത്താണ് അത് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തയ്യാറായവരാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ. ഇതിനോളം മഹത്വം ഒന്ന് ഭൂമിയിൽ നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കില്ല. നമുക്കറിയാം നമ്മുടെ ഈ ഭൗതിക ശരീരം വളരുന്നത്, ഭൗതിക ശരീരവും ആത്മാവും കൂടിയതാണല്ലോ മനുഷ്യൻ. ഭൗതിക ശരീരവും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ. ഭൗതിക ശരീരത്തിന് ആവശ്യമുള്ള എല്ലാവിധ വിഭവങ്ങളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നൽകുമ്പോഴാണ് അതിനെ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആരും കാണൂല. എന്റെ പ്രിയപ്പെട്ട മുതാലിമീങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഒന്നും കഴിക്കാത്തൊരവസ്ഥ നിൽക്കുന്നെങ്കിൽ ഇവിടെ ആരും കാണൂല, ഞാനുണ്ടാവൂല, നിങ്ങളുണ്ടാവൂല. കാരണം ഭൗതിക ശരീരത്തിന് വിശക്കും, അതിന് ഭക്ഷണം വേണം, അത് കഴിക്കണം. ഇതേ പ്രകാരം നമ്മുടെ ആത്മാവിനും ഭക്ഷണം വേണം. ആത്മാവിന്റെ ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഭൗതിക ശരീരത്തിന്റെ ഭക്ഷണവും ആത്മാവിന്റെ ഭക്ഷണവും നോക്കിയാൽ ആത്മാവിന്റെ ഭക്ഷണത്തിനാണ് പ്രാധാന്യം. മഹാനായ ആദം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്കറിയാം. ആദം നബി അലൈഹി സ്വലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രൂപം പടച്ചപ്പോ അതിനല്ല പ്രത്യേകതയുണ്ടായത്. മറിച്ച് ആ രൂപം പടച്ചു, അതിന് ആത്മാവ് നൽകി. ആത്മാവിന് വേണ്ടുന്ന വിഭവം നൽകിയപ്പോ, ആ വിഭവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയപ്പോ പ്രകാശത്താൽ പടക്കപ്പെട്ട, ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധരായ, ജീവിതത്തിൽ ഒരു തെറ്റും വന്നു പോകാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾ വരെ ആത്മാവിന്റെ ഭക്ഷണം നൽകപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ ആദരിക്കേണ്ട ഒരു ദറജയിലേക്ക് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കൊണ്ടെത്തിച്ചത് ആത്മാവിന്റെ വിജ്ഞാനത്തിന് പ്രാധാന്യമുണ്ടായതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആത്മാവിന്റെ വിജ്ഞാനം നുകരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പള്ളി ദർസുകളിലും കോളേജുകളിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഉന്നതമായ സ്ഥാനത്തെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുതഅല്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തിലും ശ്രദ്ധിക്കുക. അധ്യാപകന്റെ ഗുരുമുഖത്തിൽ നിന്ന്, കൽബിൽ നിന്ന് കൽബിലേക്ക്, അതാണ് വിജ്ഞാനം. ഇന്ന് ഇല്ലാതെ പോകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഒരുപാട് ഭൗതികവും ആത്മീയവുമായ ഒരുപാട് വിദ്യാ കേന്ദ്രങ്ങളൊക്കെ നാട്ടിൽ വളർന്നു പന്തലിക്കുന്നു. പക്ഷേ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പലർക്കും സാധിക്കാതെ പോകും. എല്ലാവർക്കും എന്നല്ല, പലർക്കും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും, പല ആളുകളുടെയും മുമ്പിലുള്ളത് ഒരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക്, ഒരു ബിരുദത്തിലേക്ക് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസം എന്നതിൽ വിദ്യ നഷ്ടപ്പെട്ട് അഭ്യാസം മാത്രമാകുന്ന ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ മുഖത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഹൃദയത്തിന്റെ അജ്ഞതയെ നീക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഓർമ്മശക്തി അത് നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണം. പടച്ച റബ്ബ് നമ്മൾക്ക് നൽകിയ കഴിവിനെ നിലനിർത്താനുള്ള മാർഗമാണ്. ഒരു ഗുരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കിതാബിലുള്ളത് പറഞ്ഞു തരുമ്പോ, ഗുരു എന്താണോ പറഞ്ഞു തന്നത് അത് ശരിക്ക് മുഖത്ത് നോക്കി മനസ്സിലാക്കുകയും, ഗുരു പറഞ്ഞു തന്നതിന് ശേഷം അത് നമ്മൾ ഓർമ്മയിൽ നിന്നെടുത്ത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുക മനസ്സുകൊണ്ട്. ശ്രദ്ധ എന്ന് പറയും. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഉറക്കുന്നു പോകുന്നുണ്ടോ? ഒന്ന് എഴുന്നേൽക്കാം. സാധാരണ കുന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കലാണല്ലോ. ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കും. ഇജ്ലിസ് നിൽക്കൂ. ഇജ്ലിസ് നേരെ തിരിച്ചായിക്കോട്ടെ. കാരണവന്മാരോടല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, എന്റെ കൊച്ചനുജന്മാരോട്. ഇജ്ലിസ്. നിങ്ങൾക്കൊരു മടിയുണ്ടോ? നമുക്കൊരു പാട്ട് പാടിയേക്കണം, ഉറക്കം പോകാൻ.
സഞ്ചാരം വരുമ്പോൾ ആ ചുറക്കം വരും. സഞ്ചാരം സൃഷ്ടിക്കുന്ന സഞ്ചാരം അത് വലുതാണ്. അപ്പൊ ചിലപ്പോൾ ഉറക്കം വരും. നമ്മുടെ പൂർവികരൊക്കെ എത്ര പ്രയാസമുള്ള ഫീലുകളൊക്കെ വളരെ എളുപ്പത്തിൽ സർഫാക്കി പോയിരുന്നു. ഇഖ്തിശാറ, ഇഹിറഞ്ചമ, അതൊക്കെ വലിയ പ്രയാസമില്ല. ഈ ജാതി ഫീലുകളൊക്കെ വലിയ ഉസ്താദുമാരൊക്കെ സർഫാക്കി പഠിച്ചു പോയത് എന്തൊരു അധ്വാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഉറക്കം കളഞ്ഞിട്ടൊന്ന് ഒരു ഉത്സാഹത്തിലിരിക്കാം. സബുക്കിലാണെങ്കിൽ ഇങ്ങനെ ഉറക്കം ആരും അറിയില്ല. ഇത് പറയാതിരിക്കരുത് അല്ലേ? പഠിക്കേണ്ട മരമാകാൻ, ആദ്യം പാട്ട് പറയാട്ടോ. പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മൃഗമാകാൻ, പഠിക്കേണ്ട മനുഷ്യാനി മൃഗമാകാൻ, പക്ഷേ പഠിക്കണം മനുഷ്യാനി മനുഷ്യനാകാൻ. ഇതാണ് പാട്ട്. ഞാനൊന്ന് പാടാം, നിങ്ങൾ ശ്രദ്ധിക്കും. പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മൃഗമാകാൻ, പഠിക്കേണ്ട മനുഷ്യനി മൃഗമാകാനും, പക്ഷേ പഠിക്കണം മനുഷ്യനി മനുഷ്യനാകാൻ. പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മൃഗമാകാൻ, പഠിക്കേണ്ട മനുഷ്യനി മൃഗമാകാനും, പക്ഷേ പഠിക്കണം മനുഷ്യനി മനുഷ്യനാകാൻ. ശബ്ദം പോരാ. നമ്മുടെ പൂർവികരുടെ ദർസിൽ പഠിക്കുമ്പോൾ നല്ല പാട്ടുണ്ടാക്കിയിട്ട് അവരങ്ങനെ പാടും. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയെ പോലുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ നല്ല പാട്ട് പാടിയിരുന്നു. വലൗ അൽഫാമിൻ മുങ്ങി കാക്കച്ചി ഫില്ലബൻ പമാമിസുൽ വല്ലക്കൊറ്റിയാകൂല ഫീസമൻ. വലൗ അൽഫാമിൻ ഇട്ടനായിന്റെ വാലിനെ ബികൊഹലിന്റെ ഉള്ളിൽ കൂടിലാലാത്ത് കൗവമോ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി പാടിയെന്നതാണ്. ദർസിന്റെ കടയിലും അവരിതിന്റെ ഇടയ്ക്ക് നല്ല വളവ് അവർ ഉപയോഗിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി അല്ലേ ആളുകൾക്കിടയിൽ ആടുറങ്ങുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആടുറങ്ങുമ്പോഴേ യാവനം യാവനം ലാതനം ഹാഹുന ഇന്തനം ഹാഹുന യലിരിബൂനൽ അനാം. ആടെ ഇവിടെ ഉറങ്ങണ്ട, ഇവിടെ ഉറങ്ങിയാൽ നല്ല അടിയിട്ട ആളുകളെ തന്നെയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. ഉറക്കം പോയോ? എന്നാ പാടിയൊക്കെയല്ലേ? പഠിക്കേണ്ട മരമാകാൻ. ഉറക്കപ്പാടി. ശരിയായില്ലല്ലോ. നല്ല ഒരേ ശബ്ദത്തില് എല്ലാവരും ഒരുമിച്ച് ഒപ്പം പാടും. നല്ല കുട്ടികളാണ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത തൗഫീഖ് ചെറുതല്ല. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. ഒരു മുത്തഅല്ലിമ് പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ദർസ് പഠിക്കുമ്പോൾ ഓതി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാനില്ലാത്ത വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ഇരുന്നോളി, ഞാൻ പറഞ്ഞിട്ട് എന്നിട്ടില്ല. നിങ്ങളെ പൊരുത്തക്കെടും കിട്ടരുത് കേട്ടോ. പൊരുത്തപ്പെടൂലേ അല്ലേ? ഒരു മുത്തഅല്ലിമ് ദർസിൽ ഓതുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ മുത്തഅല്ലിമീങ്ങളൊക്കെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് മുമ്പ് വഴിയിൽ ഇങ്ങനെ കാത്തുക്കും. എന്തിനാണെന്നറിയോ? ആരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വഴിയിൽ ഇങ്ങനെ കാത്തുക്കും. ചില ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും കൊണ്ടുപോകും, ചില ദിവസം കൊണ്ടുപോകില്ല. അങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണത്തിന് പോരാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ ഇങ്ങനെ കാത്തുനിന്ന് കേൾക്കുന്നു. ഉസ്താദ് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഏതാ, ഈ ആയത്തിന്റെ അർത്ഥം ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. സംഗതി മുസ്ലിം കിട്ടുന്നതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ചോദിക്കണം എന്താണ്, ഇത് ചോദ്യം കഴിഞ്ഞാൽ ആണ് ഭക്ഷണത്തിന് പോരെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മുത്തഅല്ലിമ് ഒരു ദിവസം വിശപ്പ് തീരെ സഹിക്കാൻ കഴിയാതെ
വഴിയിൽ കാത്തുന്ന സഹാബികൾ മുഴുവനും പള്ളിയിലേക്ക് പോയി. ദർശന വിദ്യാർത്ഥികൾ മുഴുവനും വീട്ടിലേക്ക് പോകണം. ആരും ചോദിച്ചില്ല. പ്രമുഖരായ തന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒന്നും ചോദിക്കാതെ അവസാന ഉസ്താദ് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന വിഭവം ഈ മുസ്ലിയാരത്തി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വളരെ കഷ്ടപ്പാട് സഹിച്ച നമ്മുടെ പൂർവികർ, നമുക്ക് വിശപ്പ് അറിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണില്ല. വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽ കുറവാണ്. ഇന്നിപ്പോ നമ്മൾ രാവിലെ നാസ്ത കഴിച്ചു, നല്ല ഭക്ഷണം, ലഘുഭക്ഷണമാണ്. ലഘുഭക്ഷണമായിരിക്കും, ഒരു 3-4 കഷ്ണം പുട്ടോ 4-5 പുറം, അങ്ങനെ ലഘുഭക്ഷണം ചെറുതായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. വിശപ്പ് അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഇന്ന് നമുക്കില്ല. നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് ദർസിലേക്കും കോളേജിലേക്കൊക്കെ നല്ല നീർച്ച അങ്ങനെ വരും. വന്നിട്ടുണ്ടെങ്കിൽ വരാൻ തരും. നമ്മൾ അൻവരിയൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നല്ല അസലിന്റെ ശേഷം നല്ല നീർച്ച അങ്ങനെ വരും, നല്ല ബേക്കറിയും ചായയും, പിന്നെ ഇടക്കിടക്ക് ബിരിയാണിയൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഈ ദർസില് ഇപ്പോഴല്ല 10 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ബിരിയാണി ഇടയ്ക്ക് കിട്ടാറുമ്പോ ഒരു രസം തന്നെയാണ്. അങ്ങനെ ഇടയിൽ എന്ത് ചെയ്തു, ഈ നീർച്ചകളൊക്കെ ഒന്ന് മുടങ്ങി, നീർച്ച വരുന്നില്ല. അതില് ഇടയിലൊരു ചെറിയ ബേക്കറിക്കുള്ള നീർച്ച വന്നപ്പോ അന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സ്വാലിഹൻ പേര് മേൽക്കുളങ്ങാർ, മൂപ്പര് ദ്വാരന്ന് ചീർത്തി വന്നിട്ടുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ ദ്വാരക്കുണ്ട്. ഇത് നീർച്ച വരാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ദ്വാ ഇവിടെ നടക്കുന്നു പറഞ്ഞിട്ട് നല്ലൊരു ദ്വാ നടത്തി. അതിനുശേഷം അൽഹംദുലില്ലാഹ് എപ്പോഴും ബിരിയാണി നെയ്ച്ചോറാം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് വിശപ്പ് അറിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പഠിക്കാനേ നമ്മൾ. ഈ അവസ്ഥ നമ്മുടെ പൂർവികർക്ക്, അവരെ കുറിച്ച് നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നാൽ ഞാനീ പറഞ്ഞ ഈ മുസ്ലിയാർ കുട്ടി, ഈ മുത്തഅല്ലിമ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കാത്തുനിന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ആ മുസ്ലിയാർ കുട്ടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ കിതാബുകളിലൊക്കെ എപ്പോഴും കാണും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ മഹാനായ സഹാബി മദീനത്തെ പള്ളിയിലെ മുത്തഅല്ലിമാണ്. വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ ഓതി പഠിക്കാൻ വന്ന മുത്തഅല്ലിമിന് ഭക്ഷണം കഴിക്കാനില്ലാതെ സ്വഹാബികൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വഴിയിൽ അങ്ങനെ കാത്തു നിൽക്കും. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോകുമ്പോൾ വിളിച്ചില്ല, കാരണം അവിടെ ഉണ്ടാവൂല. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചില്ല. അവസാനം മുത്തുനബി തങ്ങൾ ഇറങ്ങി വന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അബൂ ഹുറൈറയുടെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. മുത്തുനബിയുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ആരോ കൊണ്ടുവന്ന പാലുണ്ടായിരുന്നു. ആ പാല് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചെന്നപ്പോ കിട്ടുന്നു. വല്ലാത്ത സന്തോഷം. അപ്പോഴാണ് നബി പറയണത്, പള്ളിയിൽ പോയിട്ട് മുതഅല്ലിമീങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്നു. മുതഅല്ലിമീങ്ങളോട് കാണിച്ച ആ സ്നേഹവും ബഹുമാനവും നമ്മുടെ ആത്മീയ ഗുരു, നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിലെ കടന്നുപോയാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭൂമിയിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ അലങ്കാരമാണ് മുതഅല്ലിമീങ്ങൾ. നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മളല്ലാത്തവർക്കില്ല. നമ്മുടെ ഉസ്താദുമാര് വളരെ അടുത്ത ഉസ്താദുമാരിൽ അങ്ങനെ കടന്നുപോയാൽ ഉസ്താദുമാരുടെയൊക്കെ ആ സനത് വാങ്ങുന്നത് നല്ലതാണ്, നമുക്ക് പഠിക്കാൻ നല്ലതാണ്. ഉസ്താദുമാരുടെ പരമ്പര, ഉസ്താദിന്റെ ഉസ്താദ് സലാഹുദ്ദീൻ ബഷീർ ഉസ്താദ്, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളുടെ ഉസ്താദ്, അങ്ങനെ അവരുടെ ഉസ്താദുമാര് കടന്നുപോയാൽ കളമ്പാടി ഉസ്താദ്, ശംസുൽ ഉലമ, കണ്ണിയത്ത്, അങ്ങനെ ഓരോ ഉസ്താദുമാരിലൂടെ കടന്നുപോയാൽ 40-50 ആകുന്നതിന്റെ മുമ്പ് നമ്മുടെ ഉസ്താദ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഈ പരമ്പര ചെന്നെത്തുന്നത് ആ യഥാർത്ഥ അടിത്തറയിലേക്ക്. അതിന് ഭാഗ്യം ലഭിച്ചവരാണ് മുത്തുനബി തങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചത് ഇപ്പൊ കിട്ടുന്നു. നബി തങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. എല്ലാവർക്കും നബി തങ്ങൾ ആ ഒരു പാത്രത്തിലെ പാല് പള്ളിയിലെ മുഴുവൻ സഹാബികൾക്ക് കൊടുക്കുകയാണ്. അതൊരു മോചിതത്വം കൂടിയാണ്, ബറക്കത്താണത്. നമുക്ക് ആ ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ഭക്ഷണം കുറെ നമ്മൾ വരെയൊക്കെ വെക്കണം. അല്ലാഹു നമുക്ക് ബറക്കത്തും റാഹത്തൊക്കെ നിലനിർത്തരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വയറ് നിറയെ ഭക്ഷണം കൊടുക്കാണ്, പാല് കൊടുക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറി എന്തിനങ്ങോട്ട് പോകുന്നു? നമ്മുടെ കോയക്കുട്ടി ഉസ്താദിന്റെ കഥ ഇവിടെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് 14 വയസ്സിന്റെ ഉള്ളില് നാട്ടിലെ സ്കൂളും മദ്രസയൊക്കെ പഠനം കഴിഞ്ഞ് ഓതിപ്പടിച്ച്
പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരിൽ നിന്നൊക്കെ ഓതിപ്പടിച്ച് ജംഉ മഹല്ലിയൊക്കെ വലിയ കിതാബുകൾ ഓതിപ്പടിക്കാൻ വേണ്ടി അന്ന് കണ്ണിയത്ത് ഉസ്താദ് പൊന്നാനിൽ ദർസെടുത്താണ്. ബഹുമാനപ്പെട്ടവർ പൊന്നാനിൽ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പാണ്ഡിത്യത്തിന്റെ ഉടമ, ആ വിജ്ഞാന സമുദ്രത്തിൽ നിന്നും സ്വീകരിക്കാൻ വേണ്ടി ഇൽമു നുകരാൻ വേണ്ടി കോയക്കുട്ടി ഉസ്താദ് ചെന്നത് പൊന്നാനി ദർസിലേക്കാണ്. 14ാമത്തെ വയസ്സിൽ ചെന്ന് നോക്കുമ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പൊന്നാനി പഴയ പള്ളിയുടെ ആ തൂണിന്റെ ചുവട്ടിൽ ദർശ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നും ഇരുന്നുമൊക്കെ മഹാനവറുകൾ കുട്ടികൾക്ക് വിജ്ഞാന സമ്പാദന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോയക്കുട്ടി ഉസ്താദ് ഒരു തൂണിന്റെ മറുവിൽ ആ പഠനം കഴിയുന്നതുവരെ, അധ്യാപനം കഴിയുന്നതുവരെ കാത്തുനിന്നു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഉസ്താദിനോട് കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടു. വന്നതെന്തിനാണ് ചോദിച്ചു. ഓതി പഠിക്കാൻ വന്നതാണ്, ജംഉം അഹ്ലിൻ പോലെയുള്ള കിതാബുകൾ. ആ സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, 70 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 71ാമത്തെ കുട്ടിക്ക് ഇവിടെ ഭക്ഷണമല്ല. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഇത് ഇന്നും ഇന്നലെയും നമ്മളിൽ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രമാണ്. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതല്ല. ഇത് 16 അണയായിരുന്നു കോയക്കുട്ടി ഉസ്താദിന്റെ കയ്യിലെന്നുണ്ടായിരുന്നത്. 16 അണ എന്ന് പറയുമ്പോ കാരണമാൾക്കാർ എന്നൊക്കെ ഒരു രൂപയുണ്ടാവും അല്ലെ, ഇന്നത്തെ ഒരു രൂപയായിരിക്കും 16 അണ. ആ അണയുമായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവിടെ ചെന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഇവിടെ 70 മുതഅല്ലിമീങ്ങളുണ്ട്. 71ാമത്തെ കുട്ടിക്ക് ഇവിടെ ഭക്ഷണത്തിന് യാതൊരു സൗകര്യമില്ല, അതിനിഷ്ടമുണ്ട് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അള്ളാഹുവിൽ തവക്കുലാക്കി മഹാനായ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കി തന്റെ ശരീരവും വിശപ്പൊക്കെ മറന്ന് അള്ളാഹു പരിഹാരം തരുമെന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവിടെ ഓതാൻ നിൽക്കാണ്. അങ്ങനെ ഈ 16 അണയിലെ ഓരോ ദിവസവും ഓരോ അണ എടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ തൊട്ടടുത്തുള്ള പൊന്നാനി പഴയ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ കഞ്ഞി വാങ്ങിക്കൊടുക്കും ഒരണക്ക്. ഇന്നൊരു കഞ്ഞി കിട്ടണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അതിന് അത് കാണണമെങ്കിൽ ഇങ്ങനെ എത്തി വെക്കണം പാത്രത്തിലേക്ക്. കഞ്ഞി കാണണമെങ്കിൽ ഇന്ന് ചായ കുടിക്കുമ്പോ ഒരു ചായ മേടിച്ചാൽ കാണണമെങ്കിൽ എത്തി വെക്കണം. അര ചായ ഉണ്ടാവുള്ളൂ, 8 രൂപ മേടിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് വിട്ടാൽ പിന്നെ 10 രൂപ. ബഹുമാനപ്പെട്ടവർ ഒരണ കൊണ്ട് ഒരു കഞ്ഞി വാങ്ങിക്കൊടുക്കും. അങ്ങനെ 16 അണ കഴിയുന്നത് വരെ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി. അപ്പോൾ മഹാനവറുകൾക്ക് പ്രശ്നം ഉണ്ടായില്ല. അള്ളാഹു പരിഹാരം തരും. ആ തവക്കുലിലായിരുന്നു മഹാനവറുകൾ. ആ തവക്കുലിൽ മഹാനവറുകൾ ഉറച്ചു നിന്നു. അങ്ങനെ ഈ 16 അണ കഴിയുമ്പോ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ദിവസവും മങ്കൂസ് മൗലൂദും ബദർ മൗലൂദും ഓതണം. അതിന് പ്രതിഫലമായിട്ട് ഒരു ബിസ്ക്കറ്റും ചായയും തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മളൊക്കെ മങ്കൂസ് മൗലൂദ് ഇട്ട് ഇവിടെ കാരണന്മാരൊക്കെ പറയാൻ മടിയുണ്ട്. മങ്കൂസ് മൗലൂദും ബദറും മൗലൂദുമാണ് ഓതിയാല് ഒരു ബിസ്ക്കറ്റും ചായയും. അങ്ങനെ ആ ബിസ്ക്കറ്റും ചായയും കുടിച്ച് വർഷങ്ങൾ അവൾ ഓതി പഠിക്കുമ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ അവിടുത്തെ അധ്വാനം? അതുകൊണ്ടാണ് അതാണ് യർഫഉല്ലാഹു അല്ലദീന ആമനു വല്ലദീന മിൻകും യർഫഉല്ലാഹു അല്ലദീന ആമനു വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. എന്താണ് അവരുടെ ദറജ? ഇവിടെ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചെല്ലുന്നത് അയൽ വീട്ടിലേക്ക് വരെ കേട്ടിരുന്നു. എപ്പോഴും ദിക്റായിരുന്നു അവിടുത്തെ ചുണ്ടിലുണ്ടായിരുന്നത്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു പരിപ്പിക്കുന്നതല്ല, മഹാനവറുകളിൽ ഉള്ളതാണ്. നമ്മൾ കാണുന്നതാണ് ആ ജീവിതം, നമ്മൾ കണ്ടതാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു മുതഅല്ലിം അവർക്കുണ്ടായിരുന്ന ആ ശ്രദ്ധയും ആത്മവിശ്വാസവും അത് വലിയൊരു പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പാട്ട് മുഴുവനാക്കാം, ഒരു ഉണർവ് വരട്ടെ അല്ലേ? ഞാനൊന്ന് പാടുന്ന ഉറക്കം നല്ല ഒരേ ശബ്ദത്തിൽ പാടുന്നിട്ടാണ് എല്ലാവരും ഒരുമിച്ച്. പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മൃഗമാകാൻ, പഠിക്കേണ്ട മനുഷ്യാനി മൃഗമാകാനും, പക്ഷേ പഠിക്കണം മനുഷ്യാനി മനുഷ്യനാകാൻ. പഠിക്കേണ്ട
പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മരമാകാൻ, പഠിക്കേണ്ട മൃഗമാകാൻ, പഠിക്കേണ്ട മനുഷ്യാനി മൃഗമാകാനും, പക്ഷേ പഠിക്കണം മനുഷ്യാനി മനുഷ്യനാകാൻ. ഉറക്കെ പാടി. നിങ്ങളെപ്പോഴും എന്റെ കൂടെ വന്നിട്ടില്ല. അപ്പോഴും നമ്മളെ ഇടപഴകലിലേക്ക് എപ്പോഴും എത്തിയിട്ടില്ല. ഒന്ന് ഉറക്കെ ഒരുമിച്ച് പാടിക്കാൻ. പഠിക്കേണ്ട പഠിക്കേണ്ട മൃഗമാകാൻ, മനുഷ്യാനി മൃഗമാകാനും, പക്ഷേ പഠിക്കണം മനുഷ്യാനി മൃഗമാകാൻ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. വ്യാഴാഴ്ച നമുക്കൊരു ഉഷാറ് വരുന്നു നാട്ടിൽ പോകുമ്പോഴേ. ഇൻഷാ റബ്ബി ഖബ്ല വഖ്തിൻ ഉച്ച, പോകണം ഹബീബ് അടുത്ത വ്യാഴാഴ്ച. ലാക്കിൻ ഹബീബിൻ ഇതുവരെ കണ്ടില്ല, വലുതാക്ക മിന്നി ഖൽബിലും സുഖമില്ല. ഉസ്താദിനെ വ്യാഴാഴ്ച ചോദിക്കാൻ കിട്ടിയിട്ടില്ലേ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു മുത്തഅല്ലിമിന്റെ ഏറ്റവും അവന്റെ ജീവിതത്തിൽ വേണ്ട അഭിവാജ്യ ഘടകമാണ്. ഗുരുവിന്റെ മുഖത്ത് നിന്ന് കണ്ടും കേട്ടും പഠിക്കുക എന്ന് മഹാന്മാരായ സ്വഹാബികളുടെയും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികരായ ഉസ്താദുമാരുടെയൊക്കെ ഇപ്പോഴും നമ്മുടെ സമ്മേളനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉസ്താദുമാര് പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. മുഖത്ത് നോക്കി അങ്ങനെ ശ്രദ്ധിക്കും. നല്ല ശ്രദ്ധ. അങ്ങനെ ആ ഗുരു നമുക്ക് അറിവ് പകർന്നു തന്നതിന് ശേഷം കഴിഞ്ഞില്ലേ, ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ കിതാബ് കുട്ടിയൊക്കെ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാൻ കഴിഞ്ഞത്? ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഉന്നതമായ എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും പഴയകാല മഹത്തുക്കൾ എത്തിപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നമുക്കൊക്കെ അതിൽ വലിയ അപാകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിയായുധങ്ങളും കളിക്കോപ്പുകളിലും ശ്രദ്ധ പതിപ്പിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇൽമ് ഇറങ്ങി ചെല്ലുകയില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. കളിയായുധങ്ങൾ, കളിക്കോപ്പുകൾ, അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇൽമ് ഇറങ്ങി ചെല്ലുകയില്ല എന്ന്. അപ്പൊ നല്ല ശ്രദ്ധയിലിരിക്കുമെന്ന് മനസ്സിലാക്കും. നല്ല ശ്രദ്ധയിൽ എല്ലാവരും ഞാനൊരു കണക്ക് വെച്ച് കൂട്ടാൻ കഴിയും. ചോദിക്കട്ടെ, ഒരു കണക്ക് ചോദിക്കട്ടെ. മനസ്സിൽ കൂട്ടിയാൽ ആരും അങ്ങോട്ട് കൊണ്ട് പറയരുത്, ആരും പുറത്ത് പറയരുത്. മനക്കണക്ക് പറയില്ല. അതാണ് 1000 കൂട്ടിയോ, അതിലൊരു 40 കൂട്ടി. കൂട്ടിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളെ ധൃതി പിടിച്ചാലേ ചിലപ്പോ കണക്കൊക്കെ പാക്കും. അവിടെ ഒരു മൂസ പറഞ്ഞത് ഏതായിരുന്നാലും ധൃതി പിടിച്ചാൽ പല അബദ്ധങ്ങളുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 1000 കൂടെ 40 കൂട്ടിയില്ലേ, പിന്നെ 1000, ഒരു 10, പിന്നെ 1000, ഒരു 10, 1000 കൂട്ടിയോ, 40, പിന്നെ 1000, പിന്നെ 10, പിന്നെ 1000, പിന്നെ 40, വീണ്ടും 1000, 10. എത്ര കിട്ടി? 5000 കിട്ടിയില്ലേ? 5000 കിട്ടിയ വൈവിധ്യച്ചാൽ 5000. 5000 കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. എത്ര വരിക? ഒന്നുകൂടി കൂട്ടാണ്. 1000 കൂട്ടിയോ? ഇനി പറഞ്ഞോളി. 40, 1000, വീണ്ടും 1000, 10, വീണ്ടും 1000, 10, വീണ്ടും 1000, 10, 4000. ഇല്ലല്ല, ശരിയായില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 1000 കൂട്ടില്ല, 1000, 40, 1040, വീണ്ടും 1000, 2000, അതിൽ കൂടെ 10,
2050. വീണ്ടും 1000. 40. 3040 അല്ലേ? 3040 എങ്ങനെ? 1000 കുട്ടിയില്ലേ? 40 കുട്ടി. 2000 വീണ്ടും 1000. 2040. 10. 2050. വീണ്ടും 1000. 3050. 40. 3090. വീണ്ടും 1000. 10. 5000. അല്ല, 4100. അതാണ് ഉത്തരം. 4100 ഉത്തരം. പക്ഷെ നമുക്ക് കിട്ടിയത് എത്ര? 5000. അതാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോ ഒരു മുതാലിമിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ രണ്ടാമത് അദബ്, മര്യാദ. നമുക്കൊക്കെ അറിയാം, നമ്മൾ സാധാരണ കേൾക്കുന്നത്. ഈ ലോകത്ത് ഉയർന്ന ആളുകളൊക്കെ, ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ ഏറ്റവും നല്ല അദബ്, അച്ചടക്കം നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, മഹാനവറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോക പ്രശസ്ത പണ്ഡിതൻ. ആ മഹാനുഭാവന്റെ കാലക്കാരനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇമാം അബൂ ഹനീഫ താമസിച്ച നാട്ടിൽ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ മഹാനവറുകൾ താമസിച്ച സ്ഥലത്ത് വന്നിട്ട് നിസ്കരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും നിസ്കരിക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞത് എന്താണ്? വിജ്ഞാനത്തിന്റെ നിറകുടമായ പണ്ട് ലോകത്തെ സൂര്യനായ മഹാനായ ഇമാം അബൂ ഹനീഫയുടെ കാല്, അവിടുത്തെ പാദം പതിഞ്ഞ സ്ഥലത്ത് എന്റെ നെറ്റി കൊണ്ടുപോയി വെക്കാൻ, അതിന്റെ ബറക്കത്ത് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു വലിയ ദറജയിലേക്ക് അബൂ ഹനീഫ ഇമാമിനെ മഹാനവറുകൾ ഉയർത്തിക്കൊണ്ടുപോയത് അവിടുത്തെ ഉസ്താദിനോടുള്ള ആദരവായിരുന്നു. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ മഹാനവറുകൾ അപ്പൊ ശ്രദ്ധ പോയി. ഇജ്ലിസ്, ഇജ്ലിസ്, എന്താ പറഞ്ഞത് നമ്മള്? ഇമാം മഹാനവറുകളുടെ ഉസ്താദിന്റെ വീട് പർവ്വത സമാനമായ 7 വീടുകൾക്കപ്പുറത്തായിരുന്നു. എന്നിട്ട് പോലും ഉസ്താദിന്റെ വീടിന് നേരെ മഹാനവറുകൾ കാല് നീട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന വിജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ പഴയ ഉസ്താദുമാരൊക്കെ ഉസ്താദിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ദുആ ചെയ്തിരുന്നു, പടച്ചവനെ ഉസ്താദിന്റെ കുറവുകൾ എന്നെ കാണിക്കല്ല എന്ന്. ഉസ്താദിന് വല്ല കുറവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ തെറ്റുകളല്ല, ചെറിയ പോരായ്മകൾ പോലും എന്റെ മുമ്പിൽ കാണിക്കല്ല എന്ന്. എന്താണ് കാരണം? ഉസ്താദുമാരുടെ പോരായ്മ നമ്മുടെ മനസ്സിൽപ്പെട്ടാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി ചിന്തിക്കാൻ അത് കാരണമാകും. അങ്ങനെ വരുമ്പോൾ പിന്നെ വിജ്ഞാനം അതുകൊണ്ട് ഉപകാരപ്രദമാകാതെ പോകും എന്ന് മനസ്സിലാക്കിയിട്ട് മഹാന്മാർ ദുആ ചെയ്തിരുന്നു, ഉസ്താദിന്റെ അരികിലേക്ക് പോകുമ്പോ പടച്ചവനെ ഉസ്താദിന്റെ കുറവുകൾ എന്നെ കാണിക്കല്ല എന്ന്. അപ്പോ മഹാനായ ഇമാം അബൂ ഹനീഫയുടെ മഹാനവറുകളുടെ ഉസ്താദിന്റെ വീടിന് നേരെ ബഹുമാനപ്പെട്ടവർ കാല് നീട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അദബും അച്ചടക്കവും അവരുടെ ജീവിതത്തിലുണ്ടായപ്പോ അള്ളാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാ മഹാനവറുകൾ 7ാമത്തെ വയസ്സിൽ ഖുർആൻ 30 ജുസും മനഃപ്പാഠമാക്കി. നമ്മളെക്കുറിച്ച് നമ്മൾ ഓർക്കുക, 7ഉം 14ഉം 20ഉം ഒക്കെ ആയിട്ട് എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നു. 7ാമത്തെ വയസ്സിൽ ഖുൽ ഹുവല്ലാഹു പിന്നെ ആറ്റനാകും എന്തായാലും എല്ലാവർക്കും അറിയാം. വലിയ സൂറത്തുകളൊക്കെ, കാരണം അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന വിജ്ഞാനം തെളിഞ്ഞ ഹൃദയത്തിലേക്ക് അത് പെട്ടെന്ന് അത് സ്വീകരിക്കാൻ സാധിക്കുകയും അനാദരവും
നിസ്സാരപ്പെടുത്തലും ഇകഴ്ത്തലുകളും ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ ഉള്ള ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറ് കടന്നു ചെല്ലുകയില്ല. ചെന്നാൽ തന്നെ ഉപകാരം ഉണ്ടാകില്ല. ചേകനൂരിനെ കുറിച്ച് നമുക്കറിയാം. ഉസ്താദുമാരോട് നിരന്തരമുള്ള ചോദ്യവും ഉസ്താദുമാരെ ഇകഴ്ത്തലും ഗ്രന്ഥങ്ങളെ ഇകഴ്ത്തലും അവസാനം ലോക ചരിത്രത്തിൽ സ്വന്തം കുടുംബത്തിന് വരെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചേകനൂർ മൗലവി അധപ്പതിച്ചു പോയത് നിസ്സാരപ്പെടുത്തലായിരുന്നു. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മരിച്ചെന്ന് ഉറപ്പുവേണ്ടേ? ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മരിച്ചെന്ന് ഉറപ്പുവേണം. ഉറപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് യേശുവി മാന്തിക്കൊണ്ടിരിക്കുമ്പോ നായിന്റെ എല്ല് കിട്ടിയത്, അന്ന് നാട്ടുകസ്താ പറഞ്ഞു തുണക്കാരനെ കിട്ടിയിരുന്നു. നായിന്റെ എല്ല് കിട്ടിയപ്പോ കാരണം എന്താണ്? നായ് തൊട്ടാൽ 7 തവണ കഴുകണ്ടെന്ന് ഇയാൾ പറഞ്ഞു. അത് വർഗസ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ ഒരുപാട് ആളുകളെ ചരിത്രം. ഇബ്ലീസിനെ നമുക്ക് കേട്ടിട്ടില്ല. നമ്മുടെ കാക്ക ഡ്യൂപ്ലിക്കേറ്റ് എന്തേ സംഭവിച്ചത്? നിസ്സാരപ്പെടുത്തിയതാണ്. അള്ളാഹു അറിവ് നൽകി ആദരിച്ച മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ ഒന്ന് സുജീതാൻ പറഞ്ഞപ്പോ അവൻ അംഗീകരിച്ചില്ല. ചരിത്രത്തിലെ ആദ്യത്തെ അധപ്പതനം അത് ഗുരുത്തക്കേടായിരുന്നു. ഇമാം ഷാഫി റഹിമഹുല്ല, നമുക്ക് തിരിച്ചു വരാം. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് ഇമാമിന്റെ മുഅത്ത എന്ന ഗ്രന്ഥം മഹാനവറുകൾ അതും മനഃപ്പാഠമാക്കി. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും പ്രാപ്തനായ മഹാപണ്ഡിതനായി മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല. ഒരു മസ്അലക്കും മഹാനവറുകൾക്ക് മുമ്പിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നു. വലിയ കൊടുക്കും പ്രയാസമുള്ള മസ്അലകൾ അത് കട്ടയിക്കുമായിരുന്നു മഹാനവർ. ഒരാള് ഭാര്യയോട് പറഞ്ഞു, ഞാൻ യാത്ര പോവാണ്, ഞാൻ പോയി തിരിച്ചു വരുന്നതിന്റെ ഉള്ളിൽ ഏറ്റവും നല്ലവൾ, നല്ല സൗന്ദര്യവതിയായിട്ടില്ലെങ്കിൽ നിന്റെ 3 തലാഖും ഞാൻ ചൊല്ലി എന്ന് ഭാര്യയോട് പറഞ്ഞു. യാത്ര പോവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഭർത്താവ് യാത്ര തിരിച്ചു വന്നപ്പോൾ ഭാര്യ പഴയ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ ഇയാൾക്കാണെങ്കിൽ പിരിയാൻ സാധ്യമല്ല. ഈ ഭാര്യയുമായിട്ടുള്ള വേർപാടിനെ കുറിച്ച് ഓർക്കാനും കഴിയില്ല. നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും സമീപിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരു ഉപാധി വെച്ചൊരു തഅലീഖ്, ഒരു ഷർത്തിന് നിങ്ങൾ ഒരു ഉപാധി വെച്ചു, പോയി വരുന്നതിന്റെ ഉള്ളിൽ വളരെ മനോഹരമായിട്ടില്ലെങ്കിൽ തലാഖ് പോകുന്ന അതേ അവസ്ഥയിലാണ്, അതുകൊണ്ട് തലാഖ് പോയി എന്ന് ഉസ്താദുമാരെ മുഴുവനും സമീപിച്ചു. അങ്ങനെ ഒരു ഉസ്താദിന്റെ അരികിൽ പോകുമ്പോഴാണ്, ഒരു ഉസ്താദിന്റെ അരികിൽ പള്ളിയിൽ ചെന്ന് കണ്ടു. അങ്ങനെ ഉസ്താദിനോട് ആ ഉസ്താദും പറഞ്ഞു ഈ തലാഖ് പോയി. തിരിച്ചു വരുമ്പോ ആ പള്ളിയിൽ തന്നെ നിൽക്കുന്ന ഒരു മുത്തഅല്ലിമ് ഈ വന്ന മനുഷ്യന്റെ കാര്യം അന്വേഷിച്ചു. എന്താ സംഭവം, വിവരങ്ങളൊക്കെ പറഞ്ഞു. ആ മുത്തഅല്ലിം പറഞ്ഞു തലാഖ് പോയിട്ടില്ല. ആ മുത്തഅല്ലിമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി. അപ്പൊ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞല്ലോ തലാഖ് പോയി എന്ന്. മഹാനായ ഷാഫി ഇമാമിന് ഉസ്താദ് വിളിപ്പിച്ചു. തലാഖ് പോയി എന്ന് പറഞ്ഞെടുത്ത് പോയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ പരിശുദ്ധ ഖുർആൻ ആയത്ത് ഓതിക്കൊടുത്തു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും മനോഹരമായിട്ടാണ് പടച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഏറ്റവും മനോഹരം തന്നെയാണ് അവള്. ആ നിലക്ക് അവൾ തലാഖ് പോയിട്ടില്ല എന്ന്. ഈ ബുദ്ധി മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയത് അവിടുത്തെ ആദരവിന്റെ സമ്മാനമായിരുന്നു, അവിടുത്തെ ആ ബഹുമാനത്തിന്റെ സമ്മാനമായിരുന്നു. എന്താണ് അവിടുത്തെ ബഹുമാനം? കിതാബ് മരിക്കുന്ന സമയത്ത് പേജിന്റെ ശബ്ദം കേൾക്കുന്നത് ഉസ്താദിന് അരോസരമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി കിതാബിന്റെ ഏടുകൾ മരിക്കുന്നത് പോലും ശബ്ദമില്ലാതെ മരിച്ചിരുന്ന ആ മഹാനായ മനുഷ്യനായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലാ. ആദരവ് മനുഷ്യനെ അങ്ങേയറ്റത്തെത്തിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കണം, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ മഹാനവറുകൾ ഏതൊരു മസ്അല ചോദിച്ചാലും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇതേപോലത്തെ ഒരു തലാഖിന്റെ വിഷയം, ആട്ടപ്പൊടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്റെ തലാഖ് പോയി എന്ന് ഭർത്താവ്. ആട്ടപ്പൊടി കഴിഞ്ഞു, ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല, കഴിഞ്ഞു എന്ന് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു ഭർത്താവ്, ഭാര്യ എപ്പോഴും പറയും ഭർത്താവിനോട്, ഇവിടെ ഉപ്പില്ല, മുളകില്ല, ഇവിടെ പിന്നെ പച്ചക്കറിയില്ല, അവിടെ മറ്റതില്ല മറിച്ചതില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ ഭർത്താവിന് ഇഷ്ടമല്ല. ഭർത്താവ് പറഞ്ഞു, കുറെ കാലമായി എന്റെ ഇല്ല എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്നൊരു വർത്താനാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോ ഭാര്യ പ്ലേറ്റ് മാറ്റി ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇല്ലാതാക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഉപ്പിന്റെ ഇല്ലായ്മയുണ്ട്, ഇവിടെ മുളകിന്റെ കുറവുണ്ട്, ഇവിടെ എണ്ണയുടെ അഭാവമുണ്ട്,
ഇവിടെ സോപ്പിന്റെ കമ്മിയുണ്ട്. പിന്നെ ഉണ്ട് എന്നിലേക്ക്. ഇതേപോലെ ഭർത്താക്കന്മാര് ചില കാര്യങ്ങൾ പറയുമ്പോ ഇല്ല എന്ന് പറയുന്നവർ ഇഷ്ടം ഉണ്ടാവില്ല. ആട്ട ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തലാഖ് പോകുന്നു പറഞ്ഞു. അതില് ആട്ടപ്പൊടി കഴിഞ്ഞാൽ പറയണല്ലോ, അത് കുടുങ്ങി. ഈ സ്ത്രീ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിനെ സമീപിച്ചു. മഹാനായ അബൂ ഹനീഫ ഇമാം നല്ലൊരു മാർഗം പറഞ്ഞു കൊടുത്തു. ആട്ടപ്പൊടി കഴിഞ്ഞാൽ സെഞ്ചു കൊണ്ടുപോയിട്ട് ഭർത്താവിന്റെ തുണിന്റെ ഒരു വക്കത്ത് കൊണ്ടുപോയി കെട്ടിയാൽ മതിയാണ്. നല്ല ബുദ്ധി, തുളഞ്ഞ ബുദ്ധി അള്ളാഹു ആ ബുദ്ധി നൽകിയത് എങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ നമുക്കുണ്ടാ ബുദ്ധി, നമുക്ക് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ്. എന്റെ മദ്രസയിൽ ഞാൻ പഠിച്ച് അടുത്ത് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ നമുക്കിപ്പോ ട്രെയിനിങ്ങിനൊക്കെ കിട്ടുന്നതാണ്. ചില കുട്ടികളൊക്കെ എന്തെങ്കിലും വരയ്ക്ക് എഴുതുന്നതിന് വിക്രസ് കാണിക്കുമ്പോൾ എന്താണോ ക്ലാസിന്റെ സമയത്ത് ഇവിടെ അത് ഇവിടെ അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് ചൂടായാൽ അത് ചെയ്യരുതെന്നാണ്. നേരെ മറിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി പ്രോത്സാഹനം നൽകിയിട്ട് ആ കുട്ടിയുടെ ബുദ്ധിയുടെ വികാസത്തെ കെടുത്തരുത്. സംഗതി ക്ലാസ്സിന്റെ ഇടയിൽ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ആ ഒരു ആക്ഷേപിക്കുന്നതിലൂടെ കുട്ടികളുടെ കഴിവ് നഷ്ടപ്പെടാണ്. അപ്പൊ ഈ കുട്ടിയെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി എന്തോ ഒരു ചിത്രം വരയ്ക്കാണ്. ഞാൻ ആ ചിത്രം എടുത്തിട്ട് പറഞ്ഞു, ഈ ക്ലാസിന്റെ ഇടയിൽ ചിത്രം വരയ്ക്കാൻ എനിക്കൊരു ശിക്ഷ തരാൻ പോവാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു യന്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. മേശം അങ്ങനെ ഇരുന്നാൽ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇവിടുന്ന് നമുക്ക് കാറ്റുകൊള്ളണം. ഒരു പ്രയാസം വയറൊന്നും അവിടെയും അത് ഫ്ലഗിലൊന്നും കിട്ടാതെ തന്നെ അപ്പുറത്തെ ക്ലാസ് ഉണ്ട്, അവിടെയും കാറ്റുകൊള്ളാൻ പറ്റണം. ഈ ജാതി ഫാനേജ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അന്നെ വിടൂല പറഞ്ഞു. വെറുതെ പറഞ്ഞാണ് ഉണ്ടാക്കിച്ചിട്ട് പറഞ്ഞല്ല. അതാണൊക്കെയുള്ള ശിക്ഷ. ക്ലാസിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തത്. ഈ കുട്ടി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഫാന് കൊണ്ടിരുന്നു, ചെറിയ ഇലകളൊക്കെ ഘടിപ്പിച്ച് ചെറിയൊരു ബാറ്ററി ഒക്കെ അതിനുണ്ട്. ഈ കാരക്കാട് പഴയ സാധനത്തിന് വിട്ടില്ലാത്ത സ്ഥലമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അതുണ്ടാകുക ഒരു പക്ഷേ നമ്മുടെ നാട്ടിലേക്കാണ്. പള്ളി അല്ലാത്ത എല്ലായിടത്തും ഉണ്ടാവും ഈ സാധനം. നല്ല ബർക്കത്വമാണ്. പഴയ സാധനം എല്ലാവരും ഒഴിവാക്കുന്ന സാധനം എടുത്തിട്ട് പുതിയതാക്കണം. ഗൾഫിൽ നിന്ന് നടക്കും കൊണ്ട് പഴയ സാധനങ്ങൾ. കോടീശ്വരന്മാരുണ്ടാവും കാരക്കാട്ട്. കേട്ടുകൊണ്ടു ഒരു നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ വരും. പഴയതുണ്ടോന്ന് ചോദിച്ചാൽ വരിക. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് സൈക്കിൾ വെച്ചിത്ര പഴയ സൈക്കിളെ. അപ്പൊ വല്യമ്മ ചൂടായിട്ട് നമ്മളാ സൈക്കിളെടുത്ത് അകത്തുണ്ടാക്കും. കുട്ടികളെ കളിക്കുന്ന സൈക്കിൾ കൊടുക്കാൻ പാടില്ലാറ്. അപ്പൊ കിട്ടിയ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് പഴയതൊക്കെ പിന്നെ കമ്പനികളിലേക്ക് കയറ്റി അയച്ച് അവിടെ തന്നെ ഇരുമ്പ് ഉരുക്കണ മെഷീൻ അവിടെ. അതിന്റെ പുതിയ സിസ്റ്റങ്ങൾ ഇപ്പൊ അടുത്ത് ഹൈദരാബാദ് ഉദ്ഘാടനം ചെയ്തു. മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നല്ല ഇരുമ്പ് പഴയത് ഉരുക്കിയിട്ട് അതിന്റെ വേസ്റ്റുകൾ മുഴുവനും പിഴിഞ്ഞെടുത്ത് അതിന്റെ നീര് ഒരു മെഷീനിൽ കിട്ടു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മളിന്ന് വാർത്ത കഴിയുന്ന കമ്പ്ലീറ്റ് തിരിച്ചു വരും. സൗദി അസ്റ്റിൽ വരെ അവിടെ അതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഹൈദരാബാദ് ഉണ്ടായിരുന്നു. അപ്പോ ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ഈ കുട്ടി ഇതെന്തായാലും ഇലകൾ ഘടിപ്പിച്ചിട്ട് ഒരു ഫാന് കൊണ്ടുവന്നു, കയ്യിൽ പിടിക്കാനുള്ളൊരു ഫാൻ. അതിനൊരു ബട്ടണ് അമർത്തി കൊടുത്താൽ ഒരു വയറ് മറ്റൊരു വയറ് ഘടിപ്പിച്ചു കൊടുത്താൽ നല്ല കാറ്റിൽ അങ്ങനെ തിരിയും. അതിൽ വെള്ളം അയച്ചു കൊടുത്താൽ തണുത്ത കാറ്റും വരും. ഹറമിലെ കണ്ടില്ല, സ്പ്രേ അടിച്ചാൽ എങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല തണുത്ത വെള്ളം വരും. ഈ രൂപത്തിൽ ഒരു ഫാനിൽ തന്നെ 2 കാറ്റ്. അത് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. കാരണം നല്ല കുറച്ച് കാശൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ കാശ് ചെലവാക്കിയത് കൊണ്ട് വാങ്ങാൻ പറ്റുന്ന തിരിച്ചു കൊടുത്താൽ. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് നമുക്ക് നല്ല ബുദ്ധിയും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും. ജസ്ഫർ എന്ന് പറയുന്ന കോട്ടക്കുന്നിലുള്ള എന്റെ പ്രിയപ്പെട്ട മുത്താലിം നിങ്ങൾ ചിന്തിക്കണം. ജസ്ഫർ കോട്ടക്കുന്നിലുള്ളതാണ്, മലപ്പുറം ജില്ലയിൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കയ്യും കാലുമൊക്കെ തളർന്നു, ശരീരം തളർന്നു, ബുദ്ധിയുണ്ട്. ഈ ഭാഗത്ത് നിന്നിട്ട് ചരിക്കും, ബാക്കിയൊക്കെ തളർന്നു. അങ്ങനെ 5-6 വർഷങ്ങളോളം വീട്ടിൽ ഒന്നും ചെയ്യാതെ കഷ്ടപ്പെട്ടു. അവസാനം ഈ 6ാം ക്ലാസ് വരെ കുട്ടി നല്ല എഴുതാനും വായിക്കാനൊക്കെ കിട്ടി, നല്ല ചിത്രമൊക്കെ വരച്ചിരുന്നു. ഈ വീട്ടിൽ കിടന്ന് വായ കൊണ്ട് ബ്രഷിനെ കടിച്ചു പിടിച്ച് ഈ കുട്ടി വരക്കാൻ തുടങ്ങി. പെൻസിൽ ഡ്രോയിങ്, പിന്നെ വാട്ടർ കളറിലേക്ക്. അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ട ഒരു ചിത്രകാരനും. എത്രത്തോളം വെച്ചാൽ വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് വലിയ അവാർഡുകളും. മഞ്ചേരിയിൽ ഒരു എക്സിബിഷനിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മറ്റു ചിത്രങ്ങൾക്കിടയിൽ തീയിൽ നിന്ന് വെള്ളക്കുതിര പുറത്തേക്ക് വരുന്ന ഒരു ചിത്രം അദ്ദേഹം വരച്ചു കാണിച്ചു. എങ്ങനെയെന്നറിയോ?
രണ്ട് കൈയും കാലും കണ്ണും എല്ലാ ശേഷിയുമില്ല. നമുക്ക് ഒരു പേന കൊണ്ടൊരു ചിത്രം വരക്കാൻ നമുക്ക് കഴിയില്ല, മടി, അല്ലെങ്കിൽ കഴിയില്ല. വായ കൊണ്ട് കടിച്ചു പിടിച്ചിട്ട് പൈന്റ് കൊടുത്തിട്ട് വളരെ മനോഹരമായ ആ നടന്ന സംഭവത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കലാമിന് നല്ലൊരു ചിത്രം വരച്ചു കൊടുത്തു. കലാമിനെ കാണാൻ ആഗ്രഹിച്ചു. കോഴിക്കോട് അബ്ദുൽ കലാം വന്നപ്പോ ഈ സഹോദരനെയും അങ്ങോട്ട് ക്ഷണിച്ചു. കലാം ഈ സഹോദരനെ, ജസ്ഫർ എന്ന് പറയുന്ന ഈ സഹോദരനെ ഇരുത്തിയിട്ട് പറഞ്ഞു, ജസ്ഫറിനെ നമ്മൾ മാതൃകയാക്കണം. ആരെ നമ്മൾ മാതൃകയാക്കേണ്ടത്? ജസ്ഫറിനെ നമ്മൾ മാതൃകയാക്കണം. അപ്പോ മനസ്സിലൊരു കാര്യം വിചാരിച്ചാല് അതിന് മറ്റൊന്നും തടസ്സമല്ല എന്നതിന്റെ ഉദാഹരണമാണ് ജസ്ഫർ എന്ന് അബ്ദുൽ കലാം അവിടെയുള്ള ആയിരങ്ങളോട് വിളിച്ചു പറയാം. വേലു എന്ന് പറയുന്ന ഒരു സഹോദരൻ എടപ്പാളടുത്ത് കാലടിയിലുണ്ട്. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ല, ഈ അടുത്ത കാലത്ത് വരണ്ട. അദ്ദേഹം ചെറുപ്പകാലഘട്ടത്തിൽ അച്ഛന്റെ കൂടെ ആശാരിപ്പണി എടുക്കാൻ പോയിരുന്നു. അതിനിടയിൽ കണ്ണിനൊരു വേദന വന്നു, പഴുപ്പ് വന്നു, പൂർണ്ണമായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആശാരിപ്പണി. രാവിലെ 8 മണിക്ക് വരും, 8:30 വരെ അദ്ദേഹം ആശാരിപ്പണി എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ കാഴ്ച ഇല്ല എന്നൊന്നും പ്രശ്നമില്ല, ഉൾക്കാഴ്ചയാണ് ഇത്. ഉൾക്കാഴ്ച കണ്ണിന്റെ അല്ലെങ്കിൽ പുറത്തേക്ക് കാഴ്ച കുറവാണ്, കണ്ണിന്റെ മുക്കാ ഭാഗം ഉള്ളിരിക്കാം. അപ്പൊ പുറം കാഴ്ചയേക്കാൾ വലുത് നമുക്ക് ഉൾക്കാഴ്ചയാണ്. ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ അതായിരുന്നു നമ്മുടെ ഉസ്താദുമാരൊക്കെ പ്രത്യേകം. അപ്പൊ അള്ളാഹു അവർക്ക് പവർ നൽകും. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദൊക്കെ എവിടെ എത്തി? അബുദാബിയിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ ചർച്ച നടക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ ചർച്ചയിൽ ലോകത്തുള്ള മുഴുവൻ പള്ളികളിലും ഖുതുബ ഭാഷാന്തരം ചെയ്യണമെന്നാണ്. അവരുടെ ഓരോ നാട്ടിനനുസരിച്ച് ആളുകൾക്ക് തിരിയുന്ന ഭാഷയിലാക്കണം. അതിനെ ലോകം മുഴുവൻ പണ്ഡിതന്മാർ അംഗീകരിക്കാൻ പോകുമ്പോൾ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു, ഇമാമികളിലോ മുത്തനബിയുടെ കാലത്തോ സഹാബികളിലോ ഒരു ചരിത്രത്തിലും ഖുതുബ അങ്ങനെ പരിഭാഷപ്പെടുത്തുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ മറ്റു പണ്ഡിതന്മാർ അതിനെ പിന്താങ്ങുകയും ആ ഒരു ചർച്ച അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർ ഉൾക്കാഴ്ച കൊണ്ട് അവർ നേടിയെടുത്ത് അവർ അധ്വാനം കൊണ്ട് ഇന്നും ആലിക്കുട്ടി ഉസ്താദിന് ആദ്യം ഇംഗ്ലീഷ് പത്രം കിട്ടും. അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. ഉമർ അലി ശിഹാബ് തങ്ങൾ ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിച്ചു. നമ്മുടെ ഉസ്താദ് എന്തുകൊണ്ടാണ് നമുക്ക് കഴിവുണ്ട്. ഇനി നമ്മൾ നോക്കൂ, നമ്മുടെ എസ്കേഎസിന്റെ സമ്മേളനത്തിൽ 25ാം അതിന്റെ സിൽവർ വാർഷികത്തിൽ വന്നവരൊക്കെ കൈവന്നിച്ചാണ്. മുതിർന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഈ ഉള്ളവരും ഈ സഹോദരൻ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ പേരാണ് നവാസ് നിസാർ. പ്രിയപ്പെട്ടവരെ, 31ാമത്തെ വയസ്സിൽ ഈ സഹോദരൻ നമ്മുടെ എസ്കേഎസ്എഫിന്റെ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഫുള്ള് കേട്ടു. നമുക്കും ഇനിയും ഒരുപാട് വളരാനുണ്ടെന്നാണ്. നമുക്കിനിയും ഒരുപാട് വളരാനുണ്ട്. എസ്കേഎസ്എഫ് അതിന്റെ 40ാം വാർഷികം ആഘോഷിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഒരുപാട് ചിന്തകൾ ഇട്ട് തന്ന് പ്രിയപ്പെട്ട ആ സഹോദരൻ ഇറങ്ങിപ്പോകുന്നത് കണ്ണുകൊണ്ട് അന്ന് കാണാൻ സാധിച്ചു. നവാസ് ഷരീഫ് നല്ല പ്രസംഗം. ഇദ്ദേഹത്തെ കുറിച്ച് ഇത് മെന്റർ എന്ന മാസിക എഴുതിയതാണ്. തൃശ്ശൂരിൽ നടക്കുന്നതാണ്. നമ്മുടെ പട്ടാമ്പിയിലും ഒന്നുമില്ല, ഷൊർണൂര് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കിട്ടും. തൃശ്ശൂരിന്റെ പട്ടാമ്പി ഇതിന്റെയൊക്കെ ഇടയിൽ ഇതിലൊരുപാട് ആളുകൾ. ഇതിപ്പോ നമ്മൾ എഴുതണല്ലത്, മറ്റുള്ള ആളുകൾ എഴുതണാണ്. എല്ലാവരെ കുറിച്ച് ഇതിലെഴുതും. വളരെ പഠനാർഹമായ മാസികയാണ്. ഇതിൽ ഈ സഹോദരനെ കുറിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണല്ലേ? വളരെ ജന്മനാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 10 വരെ എണ്ണാൻ പറഞ്ഞ അധ്യാപകൻ. വടകര സ്കൂളിലാണ്. അങ്ങനെ എല്ലാ കുട്ടികളും പ്രയാസപ്പെടുമ്പോൾ 4 ഭാഷകളിൽ 10 വരെ എണ്ണിയിട്ട് അന്ന് തന്നെ അധ്യാപകരെ അത്ഭുതപ്പെടുത്തിയതാണ്. പിന്നെ അവിടെ നിന്നാണ് SSLC 600-ൽ 526 മാർക്കും SSLC പാസ്സായി നല്ല മാർക്ക് നേടിയാണ്. 2 കണ്ണിനും കാഴ്ച ശക്തിയില്ല. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെയ്യപ്പെട്ട എന്റെ മുതഅല്ലിമീങ്ങളെ, എവിടെയാണ് നമ്മുടെ ഓരോ സമയവും കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും ചിന്തിച്ച് ഏറ്റവും നല്ല സമയം നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താതിന്റെ പേര് ഇദ്ദേഹം ഡൽഹിയിലെ, നമുക്കറിയാം, ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ പഠിച്ചും ബിരുദാനന്ദ ബിരുദം നേടിയും അധ്യാപനം നടത്തിയും ലോകത്തറിയപ്പെട്ട ആളാകാൻ ഈ നവാസ് ഷരീഫിന് സാധിച്ചുവെങ്കിൽ കാഴ്ചയുള്ള നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. ശ്രദ്ധ. ഇങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ.
അപ്പോ വളരാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ വൈകല്യങ്ങളോ അല്ലെങ്കിൽ അന്ധതയോ ഇതൊന്നും പ്രശ്നമല്ല എന്ന് തെളിയിച്ച ഒരുപാട് ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമുക്ക് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് ഈ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്താതെ സൗകര്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇസ്ലാമിക ആ രീതികളൊക്കെ ജീവിതത്തിൽ എടുത്തു മാറ്റി നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഓരോ സമയങ്ങളും. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമാറോ ഈസ് എ മാസ്റ്ററി, ടുഡേ ഈസ് അവർ ടുമാറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് അവർ മാസ്റ്ററി. ഇന്നലെ ചരിത്രമാണ്, നാളെ സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇന്ന് കർമ്മദിനമാണ്. അതുകൊണ്ട് തന്നെ കർമ്മദിനത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതും. ഇന്ന് നീ കർമ്മങ്ങൾ ചെയ്യുക, ഒരിക്കലും മരിക്കുകയില്ല എന്ന ആ ഒരു തീരുമാനത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. മരിക്കൂലാന്ന് ഉറപ്പിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാം. നാളെ മരിക്കും എന്ന ആ ഒരു ഭാവനയിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആരെന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരത് അങ്ങനെ അത് വിചാരിക്കും, ഇത് വിചാരിക്കും എന്നുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ, അതല്ല, മറ്റുള്ളവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞൻ, വലിയ കണ്ടുപിടുത്തമൊക്കെ നടത്തിയ ഒരു മനുഷ്യനോട് അദ്ദേഹത്തെ ആളുകളും അല്ലാതെ കുറ്റം പറയും, മുഖം ഡോഗ് പോലെ എന്നൊക്കെ പറയും. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ ഉണർത്തി, നിങ്ങളെ കുറിച്ച് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കൽ എന്റെ ജോലിയല്ല. നമ്മൾ എടുക്കണ പണി നമ്മൾ എടുക്കണം. നമ്മളൊക്കെ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്താം. അവരുടെ കഴിവുകൾ നോക്കി അവരെ ചാരണം കൊണ്ട്, ഇന്നൊക്കെ അതാണ് ചാരണം കൊണ്ട് താങ്ങാനൊരു തൂണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ഈ മറ്റുള്ളവരെ താങ്ങുന്ന വർത്താനങ്ങൾ. അതായത് എവിടെയും പോലീസൊക്കെ പിടിച്ചാൽ ഞാൻ MLA-യുടെ പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എളാപ്പാട മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവന്റെ, ഞാൻ ഇന്ന ആളാണെന്ന് പറയാം, ഞാൻ കലക്ടറാണ്, ഞാൻ ഇന്ന ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഒക്കെ എല്ലാ കാര്യങ്ങളും. അതല്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുക്കുന്ന പണി ആത്മാർത്ഥമായിട്ട് നമ്മൾ എടുക്കുക. അമേരിക്കയിൽ കറണ്ട് പോയാല് അവർ പിന്നെ വലിയ സുജായികളാണല്ലോ. അവരവരെ ഇരിപ്പിന് ഇറങ്ങിയിട്ട് അവർ ഓഫീസിലേക്ക് വിളിക്കും, കറണ്ട് പോയിട്ടുണ്ട്, പെട്ടെന്ന് നേരാക്കണം. അവരത് എന്ത് ചെയ്യും, അവര് പെട്ടെന്ന് പരാതി കൊടുക്കും. അതേ സ്ഥാനത്ത് ജപ്പാനിലാണ് കറണ്ട് പോയിക്കുന്നത് വെച്ചാൽ ജപ്പാനികൾ നല്ല അധ്വാനിക്കുന്നവരാണ്. അവർക്കുണ്ടായ ഭൂകമ്പത്തിൽ അവരുടെ 3/4 ഭാഗവും അവരെ പിടിച്ച് നശിപ്പിച്ചപ്പോഴും അവർ കുറഞ്ഞ കാലം കൊണ്ട് അവർ ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ്. നല്ല അധ്വാനം, നല്ല സത്യസന്ധതയാണ് അവർക്ക്. ജപ്പാൻകാർക്ക് കോടിക്കണക്കിന് ഡോളറുകൾ അവർക്ക് ഭൂകമ്പമുണ്ടായപ്പോൾ കിട്ടിയപ്പോ ഒന്നുപോലും അപഹരിക്കപ്പെടാതെ, മോഷ്ടിക്കപ്പെടാതെ മുഴുവൻ ശേഖരിച്ചും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ജപ്പാൻകാരുടെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഒരു വണ്ടി മറിഞ്ഞാൽ മതി, കിട്ടിയത് വേഗം പെറുക്കിയെടുക്കും നമ്മൾ. അല്ലാഹു കാത്തിരക്ഷിക്കണം. നമ്മളല്ല, ഇവിടുത്തെ ആളുകൾ പലരും മോഷ്ടാക്കൾ.
എന്താ ലാസ്റ്റ് പറഞ്ഞപ്പോ ശ്രദ്ധിക്കണ്ടോന്ന് അറിയാലോ. എന്താ പറഞ്ഞേ? ജപ്പാനില് അപ്പൊ നല്ല സത്യസന്ധത. അവരാ പൂർവാസ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചത് അവരുടെ അധ്വാനവും അവരുടെ സത്യസന്ധതയുമാണ്. അന്നല്ല എന്തോതിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്? ജപ്പാനില് കറണ്ട് പോയാല് നമുക്ക് ഭക്ഷണമല്ലേ ഇവിടെ? അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി അറിയോ? ഉറക്കം പോവാന് തമിഴ്നാട്ടിൽ പ്രശസ്തമായൊരു നിധിയുണ്ട്. അത് ഏതാന്ന് പറയാൻ കേട്ടോ? ഏതാണ്? കരുണാനിധി. മണല്ലാത്ത സെന്റ്. പിന്നെ സെന്റ് വെറുതെ ഉറക്കം പോവാൻ ഇതെന്താണോ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണതായിരിക്കും. അമേരിക്കയിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇന്നത്തെ ഈ കണ്ടീഷനിൽ എത്ര രൂപ ചെലവാകും? എത്ര ആകും? ഒരു 30,000 ഉണ്ടാകാൻ മതിയാവും. 2 ലക്ഷം. 2 ലക്ഷം. ₹1 വേണ്ട. അമേരിക്കയിൽ പോകാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒന്നും വേണ്ട, പോകുമ്പോഴേ വേണ്ടോ. മനസ്സിലായണോ? തക്ബീർ. നമ്മളെ പഴയ ആൾക്കാരുടെ ഒരു പാട്ടുകൂടി നമുക്ക് പാടാം. ഈ ശബ്ദം കടക്കുമ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു പോയപ്പോൾ നമുക്ക് കഫക്കെട്ടും ചുമക്കെ കൂടി. ലികുല്ലി ഒച്ചാടപ്പിനും ദവാഉ മുജറബായി കാണുന്നതിൽ ശിഫാഉ കടുക്ക ഇഞ്ചി മഞ്ഞളും വാജീരകം വമിസിമിസും ഇലമങ്ങമ കരിഞ്ചീരകം ജാതിക്ക ജാതി പത്രിയും വാ പച്ചില കഥാ കറാമ്പൂവും വ ആടിലോടില ഇവ സകലവും നീ ഒപ്പമിൽ പോടിച്ചോ തേനും കഥാകൾ കണ്ടവും നീ ചേർത്തോ എടുത്ത് 2 നേരവും സേവിച്ചോ വായുവിന്റെ എല്ലാ രോഗവും ഓടിച്ചോ. ഇപ്പൊ കേട്ടില്ലേ? മുത്താലിമയുടെ ക്ലാസ്സാണ്. കുറച്ച് പണിയെടുത്താൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് കുറച്ചൊക്കെ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാതെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പറഞ്ഞു വരുന്നത്, അമേരിക്കയിൽ കറണ്ട് പോയാൽ എന്താണ്ടാകുക? അടുത്ത സ്ഥലത്തേക്ക് വിളിക്കും, ഓഫീസിലേക്ക് വിളിച്ച് പറയും ഇവിടെ കറണ്ട് പോയിട്ട് നേരാക്കണം. ജപ്പാനിലാണ് കറണ്ട് പോയിക്കെന്ന് വെച്ചാൽ അവരത് നേരാക്കാൻ ശ്രമിക്കും. നേരാക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തിയിട്ട് പരാജയപ്പെട്ടാലേ വിളിച്ചു പറയുള്ളൂ. എന്നാൽ കേരളത്തിലാ കറണ്ട് പോയിക്കെന്ന് വെച്ചാൽ എന്താ കിട്ടാൻ അറിയുക? അടുത്ത വീട്ടിൽ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കറണ്ട് വയ്ക്കുക, ഐശ്വരോടെ കറണ്ട് ഇല്ല, അൽഹംദുലില്ലാ സമാധാനായി. ഇതാണ് നമ്മുടെ അവസ്ഥ. അതായത് മറ്റുള്ളവരിൽ ചാരണം കൊള്ളുക, അവർക്ക് ഇല്ലാതിരിക്കുമ്പോൾ അതിൽ സമാധാനിക്കുക, അതല്ല നമുക്ക് വേണ്ടി. നമുക്കൊരു ഉറപ്പായ ഒരു ആത്മവിശ്വാസം, ഏതുപോലെ കുഞ്ഞു മക്കളെ, ചെറിയ കുട്ടികളെ അവരെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മേൽപോട്ടിടുമ്പോൾ ആ കുട്ടികൾക്ക് യാതൊരു ഭയമല്ല, ആഹ്ലാദത്തോടുകൂടി അവർ ചിരിച്ചു കണ്ട് അതിനെ നേരിടുക. കാരണം ഞാൻ സുരക്ഷിതമായ ഒരു കരത്തിലേക്ക് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായി. ഇതേ പ്രകാരം നമുക്ക് ഉറച്ച തീരുമാനം, നല്ലൊരു ആത്മവിശ്വാസം, അങ്ങനെയുള്ള നല്ല ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ പണിയെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ, കഠിനാധ്വാനം വളരെ അനിവാര്യമാണ്. കഠിനാധ്വാനം നിർബന്ധമാണ്. അധ്വാനമില്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഓർമ്മശക്തി ഉണ്ടാകണമെങ്കിൽ ആവർത്തനം അനിവാര്യമാണ്. ഓർമ്മശക്തി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആവർത്തനം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഓർമ്മശക്തി ഉണ്ടാകുന്ന കാര്യമാണ്. അഫ്ളൽ അഅ്മാലി ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആനി നദറ, എന്റെ സമുദായത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നോക്കിയിട്ട് ഖുർആൻ ഓതനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു ദിവസത്തിൽ പോലും ഖുർആൻ എടുത്ത് മറിച്ച് ഓതാത്ത ഒരു ദിവസം, 1, 2, 3 പേജ്, ഒരു 2, 3, 5, 10 മിനിറ്റ് നോക്കിയിട്ട് ഖുർആൻ ഓതാത്തൊരു ദിവസം പഠിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് 90 കഴിഞ്ഞിട്ടും മരണസമയം വരെ പരിപൂർണ്ണ ഓർമ്മശക്തി ഉണ്ടാകുന്നു. മഹാനവരുടെ പ്രത്യേകതയാണ്. കാരണം ഗ്രന്ഥങ്ങൾ വായിക്കുക, നോക്കി വായിക്കുക, ഖുർആൻ ഓതുക. ഞാൻ പറഞ്ഞില്ലേ, നിരന്തരമായ വായന, ആവർത്തനം,
ഇതൊക്കെ ഓർമ്മശക്തി കിട്ടും. കോയക്കുട്ടി മരിക്കുന്നതൊരു ഓർമ്മയാണ്. എന്താ കാരണം? എപ്പോഴും കിതാബ് നോക്കും, പത്രം വായിക്കും, നല്ല വായന, ഖുർആൻ ഓതുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനിവാര്യം. പിന്നെ ഇന്ന് തീരെ ഇല്ലാതെ പോകുന്നൊരവസ്ഥയാണ്. പഠിക്കുന്ന സ്ഥാപനത്തോടും പഠിക്കുന്ന ഗ്രന്ഥങ്ങളോടൊക്കെ ബഹുമാനമില്ലാന്നുള്ളത്. കിതാബൊക്കെ പഴയ കാലത്തൊക്കെ വളരെ നമ്മൾ ചെറുശേരിസ്ഥാക്ക് ഇങ്ങനെ കിതാബ് പിടിച്ചു വന്നിരുന്നു. ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചാലും സമ്മേളനത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഡയറി ആണെങ്കിലും അതിങ്ങനെ പിടിച്ചു. ഇതേ സ്ഥാനത്ത് നമ്മുടെ സ്കൂളിലെ അല്ലെങ്കിൽ മദ്രസയിലെ അല്ലെങ്കിൽ ദർസിലെ കിതാബുകളും ബാഗും നാം പിടിക്കുന്നത് ഒരു ബാഗിലാക്കിയിട്ട്, അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ നമ്മുടെ അറയുടെ താഴെ ക്ലോസറ്റിന്റെ അടിയിൽ, മനസ്സിലാണോ? അത് വളരെ നിസ്സാരപ്പെടുത്തലാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ പള്ളിയുടെ ജനലിന്മേ ഖുർആൻ എടുക്കുമ്പോൾ അത് ഉയർത്തി കയറ്റി വെക്കും. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ അരയുടെ താഴെ വിശ്വാസം വരുന്നത് കൊണ്ട്. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ, പഠിക്കുന്ന കിതാബുകളെയും സ്ഥലങ്ങളെയൊക്കെ വളരെയധികം ബഹുമാനിക്കേണ്ടതുണ്ട്. പേന, പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അല്ലാഹു പറഞ്ഞൊരു വസ്തുവാണ് പേന. ഈ പേനയിലൂടെയാണ് നമുക്ക് അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ എഴുതാൻ പേന എന്നതുകൊണ്ട് എഴുതുന്ന ആയുധം. ഇന്ന് പേന അത് ചെവിയിൽ തോണ്ടാനും മറ്റൊരാളെ ഇടിക്കാനും കുത്താനൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ പേനയുടെ വില നമ്മൾ മനസ്സിലാക്കും. വിജ്ഞാനം എഴുതുന്ന പേന. മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ലാ പേന താഴെ വീണാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് ഭയത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അതിനെ എടുത്തിരുന്ന. അപ്പോ ഈ ബഹുമാന ആദരവുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൽ അനിവാര്യമാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഇൽമ് നിൽക്കൂലാണ്. ഇവിടെ മുത്തഅല്ലിമീങ്ങളാണ് കാര്യമായിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിച്ചവരാണ് നമ്മൾ. അത് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആനന്ദം, ആത്മീയമായൊരു ഊർജം, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, ചെറിയ ദിക്റുകൾ വലത് കൈകൊണ്ട് കൊടുക്കുക, നമ്മൾ തന്നെ അടുത്ത കൈയിട്ട് പിടിക്കുക. പുറത്തേക്ക് ഒഴിവാക്കുന്ന ഗ്ലാസും നമ്മൾ അടുത്ത കൈയിട്ട് പിടിക്കും. ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗ്ലാസ് വലിച്ചെറിയാനും വൃത്തിയാക്കാനും ആളുകളുണ്ടാകും. അപ്പോ കയ്യിലുള്ള ഭക്ഷണത്തിന്റെ ആവശ്യം ഗ്ലാസ്സിലാകുമെന്ന് എന്തിനാ ഭയപ്പെടുന്നത്? ടേബിൾ തുറക്കാൻ ആളുണ്ട്, പ്ലേറ്റ് കഴുകാൻ ആളുണ്ട് ഹോട്ടലിലാണെങ്കിൽ. ഇതിന്റെ ഗ്ലാസ് കഴുകാൻ ആളില്ല. അപ്പൊ വലത് കൈകൊണ്ട് കുടിക്കണം, കൊടുക്കണം, വാങ്ങണം. ഇങ്ങനെയുള്ള നമ്മൾ പഠിച്ച ചെറിയ ചെറിയ മര്യാദകൾ, അതവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. വിട്ടുവീഴ്ച, ക്ഷമ, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആസാരസ്യങ്ങൾ ഉണ്ടാക്കുക. മറ്റൊരാളെ തോണ്ടുക, ഇടിക്കുക. കാര്യത്തിന് പറഞ്ഞ സമയത്തൊക്കെ നമുക്ക് നിസ്സാരമാണെങ്കിലും അത് നമ്മൾ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാര കാര്യം കൊണ്ടായിരിക്കും, നിസ്സാര കാര്യം കൊണ്ട് നമുക്ക് വലിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ നല്ല അച്ചടക്കവും നല്ല ബഹുമാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം ശീലമാക്കുകയാണെങ്കിൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാൻ വളരെ ഉപകാരമാണ്. രാത്രി നിസ്കാരം, ദുഹാ നിസ്കരിക്കുക, അതിന് പണിയില്ലല്ലോ. നമ്മളൊക്കെ പള്ളിയിൽ താമസിക്കുന്നവരാണ്. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ദുഹൂർ വരെ അതിന്റെ സമയമാണ്. ഇതിനിടയിൽ 2 റക്അത്ത് ഏറ്റവും ചെറിയ നിസ്കരിക്കാൻ 2-3 മിനിറ്റ് മാത്രം. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന അറിവുകൾ, ഉസ്താദുമാരെയും ഉസ്താദുമാരെയും മാതാപിതാക്കളുമൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെ ചെറിയ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും അവരോട് കയറി ഉമ്മയെ ദ്രോഹിക്കാന്ന് പറയുമ്പോ അവരെ അടിക്കുക, ചീത്ത പറയാനല്ല, അവർക്ക് ഇഷ്ടമല്ലാതെ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഉമ്മയോടുള്ള ശിക്ഷ. നമുക്കിവർ ജന്മം നൽകിയ ആ ഉമ്മ ഗർഭം ചുമന്നപ്പോ ഒരുപാട് ഛർദ്ദിച്ചു, കാലിൽ നീര് വന്നു, ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് വേണമെന്ന്. പക്ഷേ ആ റെസ്റ്റ് നമുക്ക് കിട്ടിയില്ല, നമ്മുടെ ഉമ്മമാർക്ക് കിട്ടിയില്ല. വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്യപ്പയുണ്ട്, വല്യമ്മയുണ്ട്, നമ്മളുണ്ട്. അവർക്ക് വേണ്ടി രാത്പകലുകളില്ലാതെ ബെഡ് റെസ്റ്റും ഒരു റെസ്റ്റുമില്ലാതെ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ പ്രസവിച്ചു. ഒരു കവി ഉമ്മയെക്കുറിച്ച് ഒരിക്കൽ പാടുകയുണ്ടായി. ഓർക്കുന്നു ഞാനെന്റെ ഉമ്മ തന്ന സ്നേഹവും, ഓർക്കുന്നു ഉമ്മ തന്ന സ്നേഹവും, ഓർമ്മയിലെന്നുമാ സ്നേഹത്തിൻ പൂമുഖം
പകരം എന്തുണ്ട് ദുനിയാവിൽ നൊന്തു പെറ്റ മാതാവിൻ കടം തീർക്കുവാൻ നൊന്തു പെറ്റ മാതാവിൻ കടം തീർക്കുവാൻ 10 മാസം ചുമന്ന് പെറ്റി പോറ്റി വളർത്തി 10 മാസം ചുമന്ന് പെറ്റി പോറ്റി വളർത്തി കുഞ്ഞു പൈതൽ പിറന്നതും വളർന്നവരെ നോക്കിയതും നിഷ്കളങ്കമായ സ്നേഹം എന്നിലേക്ക് പകർന്നതും മറക്കാൻ കഴിയുകില്ല ഒരു നാളും കടവും തീരുകില്ല. ഉമ്മയെക്കുറിച്ച് ഒരാൾ പാടിയതാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയോട് അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ തന്നെ അവരെ ദ്രോഹിക്കലാണ്. പ്രിയപ്പെട്ട പിതാവിനോട് അവർ പോലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വസ്ത്രം വേണ്ടതുപോലെ ഉടുക്കാനില്ലാതെ നമുക്ക് വേണ്ടി രാത്പകലുകളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരോടുള്ള ബാധ്യത നിർവഹിച്ചെങ്കിൽ ഒരു മുത്തഅല്ലിമിന് ഇൽമ് എന്ന മഹാസമുദ്രം കടന്നു വരാൻ അതൊരു വലിയ തടസ്സമാണ്. ഇതുപോലുള്ള ബഹുമാനവും ആദരവും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ വന്ന പാപങ്ങൾ നമുക്ക് പുറത്തു തരട്ടെ. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും. തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിവുകളൊക്കെ നമ്മുടെ ദർസുകളിലും കോളേജുകളിലും നിലകൊള്ളുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഒഴിവ് സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കഠിനാധ്വാനത്തിലൂടെ പഠിച്ചത് പ്രാവർത്തികമാക്കുന്നതിലൂടെ ബഹുമാന ആദരവിലൂടെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാനുള്ള എല്ലാവരും തൗഫീഖ് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കുറെ എഴുന്നേൽപ്പിച്ചു, നിങ്ങളെ കുറെ ഇരുത്തി എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അതിനെ ശ്രദ്ധിക്കാനും കഴിയുമെങ്കിൽ എന്ന് മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് വല്ല വശമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ സമയത്ത് അത് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലേ? എന്തല്ല പറയുന്നത് ഇല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിച്ചു തരട്ടെ.